സോ നിങ്ങൾ ആൻസർ ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലോറോപ്ലാസ്റ്റ് the highest number of protons are found in. ക്ലോറോപ്ലാസ്റ്റില് പ്രോട്ടോൺസ് കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ലൂമൺ ഓഫ് തൈലക്കോയിഡ്. തൈലക്കോയിഡിന്റെ അകത്താണ് അല്ലെ? ഓക്കെ, നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് വൺ. എന്തിനാണ് അങ്ങനെ പ്രോട്ടോൺ പമ്പ് ചെയ്ത് വിടുന്നത്? ഫോർ ദ സിന്തസിസ് ഓഫ് ATP. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഫോട്ടോസിന്തസിസ് energy from light reaction to dark reaction is transferred in the form of. Energy is transferred in the form of dash. In the form of ATP. Correct. അല്ലെ? കാരണം ലൈറ്റ് റിയാക്ഷൻ ഉണ്ടാക്കുന്ന ATPയും NADPH ആണ് നമ്മൾ. ഫോർ റിഡക്ഷൻ വി വിൽ യൂസ് NADPH. എനർജിക്ക് വേണ്ടി നമ്മൾ ATP യൂട്ടിലൈസ് ചെയ്യും അല്ലെ? അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഡീറ്റെയിൽ ആയിട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ. In photosynthesis, the light-independent reactions take place at dash. Photosystem 2, stromal matrix, thylakoid lumen, and photosystem 1. എവിടെയാണ്? ആൻസർ ചെയ്തേ. ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതാണ് ഈ ലൈറ്റ് ഇൻഡിപെൻഡന്റ് സാധനം എന്ന് മനസ്സിലാക്കണം അല്ലെ? ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എന്റെ ലൊക്കേഷൻ പറയാം. വേഗം ആവട്ടെ. കുറച്ച് ആൻസറേ വരുന്നുള്ളൂ, ബാക്കിയുള്ളവരും കൂടി ഇട്. അബിത, ബദ്രിയ, ശില്പ. ബാക്കിയുള്ളവരെ ആൻസർ ഇട്ടേ. കാർത്തിക ഇട്ടതാന്ന് തോന്നുന്നു. ഓക്കെ, ഏതാണ് ആൻസർ? സ്ട്രോമ. നമ്മൾ പഠിച്ചു ലൈറ്റ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഡാർക്ക് റിയാക്ഷൻ. ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഇൻ സ്ട്രോമ. ഓക്കെ, അടുത്തത് കട്ടായി പോയിട്ടുണ്ട്. ദ കെമിയോസ്മോട്ടിക് തിയറി അല്ലെങ്കിൽ കെമിയോസ്മോട്ടിക് കപ്ലിംഗ് ഹൈപ്പോതെസിസ് ഓഫ് oxidative phosphorylation proposes that ATP is formed because options. A proton gradient forms across the inner membrane. എന്താണ്? A proton gradient formed across the inner membrane and there is a change in permeability of inner mitochondrial membrane towards the ADP. Okay, second option. എന്താ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ? ചേഞ്ച് ഇൻ ദ പെർമിയബിലിറ്റി ഓഫ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ടുവേർഡ്സ് ADP. ഓപ്ഷൻ സി, ഹൈ എനർജി ബോൺസ് ആർ ഫോംഡ് ഇൻ മൈറ്റോകോൺഡ്രിയൽ പ്രോട്ടീൻസ്. ഓപ്ഷൻ ഡി, ADP is pumped out of the matrix into the intermembrane space. എളുപ്പമുള്ള ചോദ്യം, ഒന്ന് ആൻസർ ചെയ്തേ. ഇതാണ് നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിചാരിച്ചോളൂ. ഇതാണ് നമ്മളുടെ മെംബ്രെയിൻ. ഓക്കെ, ഈ കെമിയോസ്മോട്ടിക് തിയറി രണ്ട് സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഒന്ന് ഇൻ കേസ് ഓഫ് മൈറ്റോകോൺഡ്രിയ ആൻഡ് സെക്കൻഡ് ഇൻ കേസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. മൈറ്റോകോൺഡ്രിയയിലെ കെമിയോസ്മോട്ടിക് തിയറി സെയിം ആണ്, സെയിം കൺസെപ്റ്റ് ആണ്. നമുക്കത് ഇന്ന് കാണാം. ഓക്കെ, അപ്പം ഇവിടെ തൈലക്കോയിഡ് ലൂമൺ അല്ലെ എക്രോസ് ഇവിടെ എന്ത് സംഭവിക്കുന്നു? പ്രോട്ടോണിന്റെ ഒരു ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു സ്ഥലത്ത് കൂടുതലും ഒരു സ്ഥലത്ത് കുറവും. When this proton transfer through ATP synthase, അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ATP ഉണ്ടാവുന്നത്. അതാണ് കെമിയോസ്മോട്ടിക് തിയറി പറയുന്നത്. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോംസ് അക്രോസ് ദ ഇന്നർ മെംബ്രെയിൻ ദാറ്റ് വിൽ ലീഡ്സ് ടു ദ സിന്തസിസ് ഓഫ് ATP. ഇത്രയേ ഉള്ളൂ. അതാണ് കെമിയോസ്മോട്ടിക് തിയറി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് കേട്ടോ, മറക്കരുത്. നമുക്ക് റെസ്പിറേഷനിൽ ഒന്നുകൂടെ സെയിം കാണാം, അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആവും. അടുത്ത ചോദ്യം നോക്കിയേ, വളരെ പ്രധാനപ്പെട്ടതാണ്. കെമിയോസ്മോട്ടിക് തിയറി ഓഫ് ATP സിന്തസിസ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺഡ്രിയ ഈസ് ബേസ്ഡ് ഓൺ. ആൻസർ ഏതാണ്? ഡി ആണ് അല്ലെ? നമ്മൾ തൊട്ട് മുമ്പത്തെ സെയിം കൺസെപ്റ്റ്. ദർ വിൽ ബി എ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഈസ് ജനറേറ്റഡ് അല്ലെ? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഡി. Next, in C3 plants, the first stable product of photosynthesis during the dark reaction, the first stable product of photosynthesis during the dark reaction is dash. Hello, para answer. വരുന്നുണ്ട് അല്ലെ? ഏതാണ്? സി ആണ്. 3PGA 3-phosphoglyceric acid ആണ് ആദ്യത്തെ സ്റ്റേബിൾ പ്രൊഡക്റ്റ്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. 3 കാർബണുള്ള അല്ലെ ആസിഡ് ആണ്. അതുകൊണ്ടാണ് C3 സൈക്കിൾ എന്ന പേര് വന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യം. അടുത്തത്,
carbon dioxide acceptor in C3 plant. ആദ്യം ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നത് ആരാണ്? അവിടെ RUDP അല്ല കേട്ടോ, RUBP ആണ് ഓപ്ഷൻ സിയില്. സ്പെല്ലിംഗ് ഞാൻ ടൈപ്പ് ചെയ്തപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അതെ കറക്റ്റ് ആണ്, എളുപ്പമാണ്, നമ്മൾ പഠിച്ചതാണ്, ഡയറക്റ്റ് ചോദ്യങ്ങളാണ് ഇതെല്ലാം. അതാണ് ആൻസർ. RUBP, Ribulose 1,5-bisphosphate ആണ് primary acceptor. The next one, PP or phosphoenol pyruvate is the primary carbon dioxide acceptor in case of dash plants, C4 plants, C2 plants, C3 and C4 plants and C3 plants. C2 cycle is there അല്ലെ, അതൊരു പ്രിമിറ്റീവ് ഒരു സൈക്കിൾ ആണ്, ഒരു പാത്വേ ആണ്. അത് C3 പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു പാത്വേ ആണ്. C2 പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്സ് ഇല്ല. C3 പ്ലാന്റ്സ്, C4 പ്ലാന്റ്സ് ആൻഡ് CAM plant is also there. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ചോദ്യം. ഒരു ക്വസ്റ്റ്യനും കൂടെ. Cran's anatomy. Cran's anatomy is one of the characteristic feature of the leaves of dash. പഠിച്ചതാണ്. ഞാൻ പറഞ്ഞു C4 പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ പഠിക്കണം എന്ന് പറഞ്ഞു, ഒരു പോയിന്റ് അല്ലെ. അടുത്തത് C4 പ്ലാന്റ്സ് ആണ് ക്രാൻസ് അനാട്ടമി കാണുന്നതെന്ന് പറഞ്ഞു. എന്താണ് ക്രാൻസ് അനാട്ടമി? നിങ്ങളോട് അങ്ങനെ പറഞ്ഞായിരുന്നോ? ക്രാൻസ് അനാട്ടമി ആ വേർഡ് യൂസ് ചെയ്തായിരുന്നോ? ക്രാൻസ് അനാട്ടമി നമ്മൾ കണ്ടതാണ് അല്ലെ. മേളില് മീസോഫിൽ സെൽസ് അല്ലെ, പിന്നെ ബണ്ടിൽ ഷീറ്റ് സെൽസ്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് സെൽസിനെ കാണിച്ചില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്നത്. ഇത് C4 പ്ലാന്റ്സിലാണ് ഈ ക്രാൻസ് അനാട്ടമി കാണപ്പെടുന്നത്. അതില് മേളില് നമ്മൾ പെപ്കേസിനെ വെക്കും, താഴെ റുബിസ്കോയെ വെച്ച് അല്ലെ. അപ്പൊ അതിനെയാണ് ക്രാൻസ് അനാട്ടമി എന്ന് വിളിക്കുന്നത്. ഇത് നമുക്കറിയാം C4 പ്ലാന്റ്സിലാണ്. അപ്പൊ ഒരു C4 പ്ലാന്റ് എക്സാമ്പിൾ പറഞ്ഞ പോരെ. ഏതാണ്? ഷുഗർ കെയിൻ ആണ് ഇവിടെ തന്നിരിക്കുന്നതിൽ C4 പ്ലാന്റ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ സമയം തരാം. എന്നിട്ട് നമുക്ക് റെസ്പിറേഷനിലേക്ക് പോവാം. പഠിച്ചോ ഫുള്ള് പഠിച്ചോ? ഈ സെല്ലും ഫോട്ടോസിന്തസിസും പഠിച്ചു വെക്കണം. ഇപ്പൊ നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് നമ്മൾ വളരെ സമയം എടുത്ത് പഠിച്ചതാണ്. അപ്പൊ ആ സമയം എടുത്തിട്ട് വെറുതെ ആയി പോകും. ഇടയ്ക്കിടയ്ക്ക് അത് നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെല്ലുലാർ റെസ്പിറേഷൻ. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫോട്ടോസിന്തസിസ് പഠിച്ചു. പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്ന പരിപാടിയാണ് റെസ്പിറേഷൻ. നമ്മൾ ഫോട്ടോ റെസ്പിറേഷൻ പഠിച്ചു. ലൈറ്റിന്റെ പ്രസൻസിൽ പ്ലാന്റ് റെസ്പയർ ചെയ്യും അല്ലെ. ഫോട്ടോ റെസ്പിറേഷൻ, പ്രകാശ ശ്വസനം. ഇത് നമ്മുടെ നോർമൽ ശ്വസനം ഒന്നല്ല. അപ്പൊ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാല് ഇതേ സാധനം നമുക്ക് NCERT കാണാൻ പറ്റും. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇത് എല്ലായിടത്തും ഉണ്ട്, പ്ലാന്റ്സിൽ മാത്രമൊന്നുമല്ല. നമ്മുടെ കേസിലും നമ്മുടെ കോശങ്ങളിലും ഈസ്റ്റിലും എല്ലാ സാധനങ്ങളിലും പ്ലാന്റ്സിലും അനിമൽസിലും ഒക്കെ ഉണ്ട് റെസ്പിറേഷൻ. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേം സെല്ലുലാർ റെസ്പിറേഷൻ എന്നാണ്. അപ്പൊ എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ? ലിവിങ് ഓർഗാനിസത്തിന്റെ കോശങ്ങളിൽ നടക്കുന്ന പ്രക്രിയയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ, നമ്മുടെ ന്യൂട്രിയൻസിനെ എനർജി ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് എനർജി കറൻസി ഓഫ് ദ സെൽ. ഏതാണ് ആൻസർ? പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. എനർജി കറൻസി ഓഫ് ദ സെൽ. അത്രേ ഉള്ളൂ. ന്യൂട്രിയൻസ് നമ്മളിപ്പോ പഠിച്ചു ഓൾറെഡി ഹൗ ATP സിന്തസൈസ്ഡ്. ആരാണ്? ഏത് എൻസൈം ആണ് ATP ഉണ്ടാക്കുന്നത്? വിച്ച് എൻസൈം സിന്തസൈസ് ATP? ATP സിന്തൈസ്. ATP സിന്തൈസ് നമ്മൾ കണ്ടു. ലൈറ്റ് റിയാക്ഷനില് ക്ലോറോപ്ലാസ്റ്റിന്റെ മെംബ്രെയിനിൽ കണ്ടു അല്ലെ. അത് സെയിം ATP സിന്തൈസ് ഇസ് പ്രസന്റ് ഇൻ മൈറ്റോകോൺട്രിയ. ആൻഡ് ആ ATP സിന്തൈസ് ആണ് എന്തുണ്ടാക്കുന്നത്? മൈറ്റോകോൺട്രിയയിൽ ATP ഉണ്ടാക്കുന്നത്. സോ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ്, നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ, നമ്മൾ കഴിക്കുന്ന ഫാറ്റ്, ഇതിനെല്ലാം ഊർജം അഥവാ ATP, ബയോളജിയിലെ ഊർജമാണ് ATP ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് കണ്ടോ, കൺവേർട്ടിംഗ് ന്യൂട്രിയൻസ് ഇൻടു എനർജി ഇൻ ദ ഫോം ഓഫ് ATP. ഇറ്റ് ഈസ് കോൾഡ് സെല്ലുലാർ റെസ്പിറേഷൻ. മറ്റേ റെസ്പിറേഷൻ അല്ല, അത് ഫിസിയോളജിയിൽ നമുക്ക് പിന്നീട് പഠിക്കാം. ദിസ് ഇസ് സെല്ലുലാർ റെസ്പിറേഷൻ. ഹിയർ കൺവേർട്ടിംഗ് ന്യൂട്രിയൻസ് ഇൻടു ATP, ദ എനർജി കറൻസി ഓഫ് ദ സെൽ. ആരാണ് എനർജി പവർ ഹൗസ് ഓഫ് ദ സെൽ? ആരാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ? ആരാണ്? മൈറ്റോകോൺട്രിയ. Mitochondria, because this reaction is occurring in mitochondria.
അതായത് ന്യൂട്രിയൻസിനെ എനർജി ആക്കി മാറ്റുന്ന മിക്ക പരിപാടികളും നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ്. അപ്പൊ സെല്ലുലാർ റെസ്പിറേഷൻ നമുക്ക് 3 ഫേസുകളായിട്ട് തിരിക്കാം. ഒന്നാമത്തതാണ് ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോലൈസിസ് പേര് ചുമ്മാ കേട്ടിരുന്നാൽ മതി, ഓരോന്ന് നമ്മൾ എടുത്തെടുത്ത് പറയും. രണ്ടാമത്തതാണ് ക്രെബ്സ് സൈക്കിൾ. മൂന്നാമത്തതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഒന്നും വേണ്ട, നമ്മളൊരു കഥ പറയാൻ പോകണം. നമ്മൾ ഫുഡ് കഴിക്കുന്നു അല്ലെ, നമ്മൾ ചോറ് കഴിക്കുന്നു. ചോറ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർച്ച് ആണ്. ഓക്കെ, സ്റ്റാർച്ച് ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡ്. ചോറ് ആണെങ്കിൽ സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസ്, മൾട്ടിപ്പിൾ ഗ്ലൂക്കോസിനേതാ? ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ്. ഇതുപോലെ ഗ്ലൂക്കോസ് ഇങ്ങനെ മഴയായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് എന്ത്? സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് നമ്മൾ ഈ കഴിക്കുന്നത് ചോറ്. ഇത് നമ്മളുടെ എന്താണ്? ഗട്ടിലെത്തുന്നു, ഇൻഡസ്റ്റൈനിലെത്തുന്നു. ഡൈജഷൻ ഒക്കെ കഴിഞ്ഞ് ഇൻഡസ്റ്റൈനിലെത്തുന്നു. അപ്പൊ ഇത്രയും വലിയ സ്ട്രക്ചറിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ഇൻഡസ്റ്റൈൻ, ഏത് ഇൻഡസ്റ്റൈൻ ആണ് അബ്സോർബ് ചെയ്യുന്നത്? ഫുഡ് ലാർജ് ഓർ സ്മോൾ ഇൻഡസ്റ്റൈൻ? സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ് ഫുഡ് അബ്സോർബ് ചെയ്യുന്നത്. വാട്ടർ മിനറൽ അബ്സോർബ് ചെയ്യുന്നത് ലാർജ് ഇൻഡസ്റ്റൈൻ ആണ്. ഓക്കെ, അപ്പം ഈ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഇതിനെ മുറിക്കണം. ഇതിനെ മുറിച്ച് ഇതാക്കണ്ടോ? സിംഗിൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റണം. ഓക്കെ, അങ്ങനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി. അപ്പൊ എന്നിട്ടോ ഇൻഡസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്ക് വന്നു, ബ്ലഡിൽ വന്നു. ബ്ലഡിൽ ഇപ്പൊ ഗ്ലൂക്കോസ് ഉണ്ട്. നമ്മൾ ചോറ് കഴിച്ചു, ചോറ് ഡൈജസ്റ്റ് ആയി. എന്നിട്ടോ നമ്മളുടെ നമ്മുടെ ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ എന്താണ്? ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്തു. ഇപ്പൊ ബ്ലഡിലെത്തി. ഇൻഡസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്ത് എവിടെ എത്തി? ബ്ലഡിലെത്തി. എന്നിട്ട് നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊടുക്കും. നമ്മുടെ തലച്ചോറിന് ഗ്ലൂക്കോസ് നല്ല രീതിയിൽ വേണം. തലച്ചോറിന്റെ പ്രൈമറി ഫ്യൂവൽ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ് അല്ലെ. നമ്മുടെ ലിവറിനും കണ്ണിനും കാതിനും ഒക്കെ ഗ്ലൂക്കോസ് വേണം. ഗ്ലൂക്കോസ് ഇസ് വൺ ഓഫ് ദ മെയിൻ എനർജി സോഴ്സ്. അപ്പം ഈ ഗ്ലൂക്കോസിനെ ഉപയോഗിക്കണം. എന്തിനാണ് നമ്മൾ ന്യൂട്രിയൻസിനെ എടുക്കുന്നത്? ഗ്ലൂക്കോസിനെ എടുത്തു. എന്തിനാണ് ഗ്ലൂക്കോസിനെ എടുത്തത്? എന്തിനാണ് ഗ്ലൂക്കോസിനെ ഡൈജസ്റ്റ് ചെയ്തത്? എന്തിനാണ് ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്ത് ബ്ലഡിൽ ആക്കിയത്? എന്തിനാ? എനർജി വേണം. മസിൽ കൺട്രാക്ട് ചെയ്യണം അല്ലെ, നമ്മുടെ കാർഡിയക് മസിൽസ് കൺട്രാക്ട് ചെയ്യണം, നമ്മൾ മൂവ് ചെയ്യണം. ഇതിനൊക്കെ മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ അല്ലെ, നമുക്ക് കൈ ഒന്ന് അനക്കണമെങ്കിൽ ആക്ച്വലി ഇവിടത്തേക്ക് മസിൽസ് കൺട്രാക്ട് ചെയ്തു. മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ATP വേണം. ഓക്കെ, അതുപോലെ തന്നെ വേറെ നമ്മുടെ ന്യൂറോൺസിന്റെ അല്ലെ, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾക്ക് ATP വേണം. അങ്ങനെ നമ്മളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ എനർജി ആവശ്യമാണ്. ബയോളജിയിലെ എനർജിയാണ് ATP. ATP ഉണ്ടാക്കണ്ടേ? അപ്പൊ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസും നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനും നമ്മൾ കഴിക്കുന്ന ലിപ്പിഡിന്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് ഈ എന്താണ്? നമ്മളെ മാറ്റി വെച്ചേക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ATP ഉണ്ടാക്കാനാണ്. അപ്പൊ നമ്മൾ കഴിച്ച ചോറിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കുടലിൽ വെച്ച് അബ്സോർബ് ചെയ്ത് ബ്ലഡിലാക്കി. ബ്ലഡ് എന്ത് ചെയ്യുന്നു? അത് തലച്ചോറിന് കൊടുക്കുന്നു, ലിവറിന്, മസിൽസിന് ഒക്കെ കൊണ്ട് കൊടുക്കുന്നു, ഗ്ലൂക്കോസിനെ കൊണ്ട് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ റോ മെറ്റീരിയൽ ഫോർ സിന്തസിസ് ഓഫ് ATP. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത്രയും മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഞാൻ കുറച്ച് നമ്മൾക്ക് റിയൽ ടൈം അല്ലെ, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയാൻ ശ്രമിക്കുവാണ്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായോ എന്നൊന്ന് പറയാം, അല്ല ഇനി അങ്ങോട്ടൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കൺസെപ്റ്റ് മനസ്സിലായോ? സെല്ലുലാർ റെസ്പിറേഷന്റെ കൺസെപ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ ആയി. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ബ്രെയിനിലും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള പല കോശങ്ങളിലും കിട്ടിയ, നമ്മൾ പല ടൈപ്പ് കോശങ്ങളൊക്കെ ഇനി കാണും, ടിഷ്യൂസിനെയൊക്കെ കാണും. അപ്പം ഇപ്പൊ തലച്ചോറ് എടുക്കുക. തലച്ചോറിന് ഗ്ലൂക്കോസ് ഇല്ലാതെ പറ്റില്ല. അപ്പോ ഗ്ലൂക്കോസ് കൊടുക്കണം, വേണ്ടേ? അപ്പൊ ഗ്ലൂക്കോസ് ബ്ലഡ് കൊണ്ട് നമ്മുടെ തലച്ചോറിന് കൊണ്ട് കൊടുത്തു. ഇനി അടുത്തൊരു തലച്ചോറ് അല്ലെങ്കിൽ ഏതാണോ ആ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് ഉള്ളിലേക്ക് വരുന്നു. ഈ ഗ്ലൂക്കോസിനെ മുറിക്കുന്നു, എനർജി ഉണ്ടാക്കുന്നു. പറയുമ്പോ അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം പഠിക്കാൻ പോകുന്നത്. ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ATP ഉണ്ടാക്കുന്നു. പറയുമ്പോ എളുപ്പമാണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോലൈസിസ്. ആ വാക്കിനെ ഒന്ന് മുറിക്കാം. ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസ് എന്നാണ്. ഗ്ലൂക്കോസ് ആണ്. ഗ്ലൈക്കോ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഗ്ലൂക്കോസിനെയാണ്. ലൈസിസ് എന്താണ് അർത്ഥം? ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ അഥവാ മുറിക്കുക. അപ്പൊ ഗ്ലൂക്കോസിനെ മുറിക്കുന്ന പരിപാടിയാണ് എന്ത്? ഗ്ലൈക്കോലൈസിസ്. ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ആണ് ഗ്ലൈക്കോലൈസിസ്.
ഫിഗർ കണ്ട് പേടിക്കണ്ട, നല്ല എളുപ്പമാണ്. ഈ ഫിഗർ ഉണ്ട്. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ സമ്മറിയാണ്. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ച് ഫുള്ള് പറയാൻ പറ്റണം. ഈ ചാപ്റ്ററിന്റെ സമ്മറിയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്ന ഫിഗർ. ഓക്കെ, അപ്പൊ നമ്മൾ ചോറ് കഴിച്ചു. ചോറ് സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുന്നു. നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വെച്ച് ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യുന്നു. ബ്ലഡിൽ ഗ്ലൂക്കോസ് എത്തി തലച്ചോറിലേക്കും മസിലിലേക്കും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തേക്കും ഗ്ലൂക്കോസിനെ കൊടുക്കുന്നു. അപ്പൊ ഇത് ഒരു സെല്ലാണ്, ഒരു കോശമാണ്. ഗ്ലൂക്കോസ് ആവശ്യമുള്ള കോശമാണ്. ആ കോശത്തിലേക്ക് ഇതാ ഗ്ലൂക്കോസ് എത്തി. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ഇവിടുന്നാണ് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ എന്താ ഗ്ലൂക്കോസ്, എവിടുന്നാ ഗ്ലൂക്കോസ് വന്നെന്ന് മനസ്സിലാവണ്ടേ? നമ്മൾ കഴിച്ച ഗ്ലൂക്കോസ് ആണത്. ഓക്കെ, സോ ആ ഗ്ലൂക്കോസ് നമ്മൾ മുറിച്ചു. ആ ഗ്ലൂക്കോസിനെ മുറിച്ച് പൈറുവേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളാക്കി മാറ്റി. ഇതാണ് ഗ്ലൈക്കോലൈസിസ്. ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്ലൈക്കോലൈസിസ്. പഠിക്കണ്ട, നമ്മൾ ഗ്ലൈക്കോലൈസിസ് സെപ്പറേറ്റ് ഇപ്പൊ തന്നെ പഠിക്കും. എന്നിട്ട് പൈറുവേറ്റിനെ വേറെ കുറെ ആൾക്കാരൊക്കെ ആക്കി മാറ്റും. അപ്പൊ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റുന്ന ലൊക്കേഷൻ സൈറ്റോപ്ലാസം ആണ്. അത് നിൽക്കട്ടെ, നമുക്ക് ഇപ്പൊ ഈ ഫിഗറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞിട്ട് തിരിച്ചിവിടെ വന്ന് കണക്ട് ചെയ്ത് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായല്ലോ? ഗ്ലൂക്കോസിനെ ബ്ലഡ് ഒരു സെല്ലിന് കൊടുത്തു. ആ സെല്ല് ഗ്ലൂക്കോസിനെ എടുത്ത് പൈറുവേറ്റ് ആക്കി മാറ്റി. ഇത്രയും ഞാൻ പറഞ്ഞോളൂ. ദിസ് ഈസ് കോൾഡ് ഗ്ലൈക്കോലൈസിസ്. ഗ്ലൂക്കോസിന് 6 കാർബൺ ഉണ്ട്. അതിനെ മുറിച്ചിട്ട് അതിലും കുറവുള്ള പൈരൂവിക് ആസിഡ്, 3 കാർബൺ ആണെന്നാണ് എന്റെ ഓർമ്മ, 3 കാർബൺ ഉള്ള പൈരൂവിക് ആസിഡ് ആക്കി മാറ്റി. മുറിച്ചിട്ട് പൈരൂവിക് ആസിഡ് ആക്കി മാറ്റി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് പറഞ്ഞിട്ട് ഇവിടെ വന്നത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പോകുന്നത് ഗ്ലൈക്കോലൈസിസിലേക്കാണ്. ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഈ പാത്വേ എന്താണ് ഗ്ലൈക്കോലൈസിസ്? ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 മോളിക്യൂൾ പൈരൂവിക് ആസിഡ് ആക്കി മാറ്റും. അല്ലെ, എന്താ 2 മോളിക്യൂൾ പൈരൂവിക് ആസിഡ്? നമ്മൾ പഠിക്കും. എനർജി ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അല്ലെ, ഇവിടെ 6 കാർബൺ ഉള്ള ഗ്ലൂക്കോസിനെ മുറിക്കുമ്പോ 3 കാർബൺ ഉള്ള ഒരു പൈരൂവിക് ആസിഡ്, അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ കിട്ടും. അല്ലെ, 3 കാർബൺ ഉള്ള 1 മോർ പൈരൂവിക് ആസിഡ്. ആറിനെ സ്പ്ലിറ്റ് ചെയ്തു, അപ്പൊ 2 പൈരൂവിക് ആസിഡ്. അപ്പൊ നമുക്ക് ഇനി ഡെഫിനിഷൻ അല്ല, നമുക്ക് ഇനി ആ കൺസെപ്റ്റിലേക്ക് വരാം. ഹിയർ ഗ്ലൈക്കോലൈസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലൂക്കോസിനെ മുറിച്ച് 2 പൈരൂവിക് ആസിഡിനെ ഉണ്ടാക്കുന്നു. ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ എംഡൻ. മറ്റേ ആ പേരൊന്നും വേണ്ട, സെക്കൻഡ് നെയിം മാത്രം മതി. എംഡൻ മെയർഹോഫ് പർനാസ്. ആരാണ് പ്രപ്പോസ് ചെയ്തത്? 3 പേരാണ്. അപ്പൊ ചിലപ്പോൾ ഗ്ലൈക്കോലൈസിസ് ആയിരിക്കില്ല നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക, EMB പാത്വേ എന്നായിരിക്കും കാണുക. എന്താണ് EMB പാത്വേ? ഇത് പ്രപ്പോസ് ചെയ്ത ആളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് അമാൽഗമേഷൻ ടേം ആണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ടേം ആണ്. എംഡന്റെ E, മേർഹോഫിന്റെ M, പർനാസിന്റെ P. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? EMB പാത്വേ. ഇപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, how many ATP molecules are produced in EMB pathway? നമുക്ക് മേ ബി അറിയായിരിക്കും, പക്ഷെ ആ പേര് അറിഞ്ഞില്ലെങ്കിൽ പറ്റുമോ? പറ്റില്ല. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കും. പഠിച്ചു വെക്കണം, ഈ 3 പേരാണ് പ്രപ്പോസ് ചെയ്തത്. എസ്പെഷ്യലി നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ആരാണ് ഉണ്ടാക്കിയത്, ആരാണ് ഫാദർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഗ്ലൈക്കോലൈസിസ് വാസ് പ്രപ്പോസ്ഡ് ബൈ എംഡൻ മെയർഹോഫ് പർനാസ്, EMP. അല്ലെ, അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പാത്വേ വിളിക്കുന്ന പേരാണ് EMB പാത്വേ. അടുത്ത പോയിന്റ്, ഇപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു. സെക്കൻഡ് തിങ്, ലൊക്കേഷൻ. എവിടെയാണ് നടക്കുന്നത്? നമ്മൾ ആദ്യമേ കോശം, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ഒക്കെ പഠിച്ചു. അതിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്ന ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താക്കി മാറ്റുന്ന, പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്ന പ്രോസസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇൻ സൈറ്റോപ്ലാസം. ഇൻ സൈറ്റോപ്ലാസം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ ആക്ച്വലി പാർഷ്യൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഗ്ലൂക്കോസിനെ നമ്മൾ മുറിച്ച്, അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് എനർജി അവിടെ ഉണ്ടായില്ല, മുറിച്ച് പൈരൂവിക് ആസിഡ് ആക്കി മാറ്റി. ആൻഡ് ദിസ് പൈരൂവിക് ആസിഡിന് ചില മാറ്റങ്ങൾ വന്നിട്ട് പിന്നീട് എനർജി ഉണ്ടാവും. അപ്പൊ ഗ്ലൈക്കോലൈസിസ് ഇത്ര മാത്രമേ നടക്കുന്നുള്ളൂ. ഗ്ലൂക്കോസിനെ മുറിക്കുന്ന പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 പൈരൂവിക് ആസിഡ് കിട്ടി. ഇത്രയും പോയിന്റ് ക്ലിയർ ആണോ? ഇത് കണ്ട് പേടിക്കണ്ട. നിങ്ങളോട് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഒന്നും ചോദിക്കാറില്ല, പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് +2 ആണ്. സ്ട്രക്ചർ ഒന്നും കണ്ട് പേടിക്കണ്ട. ഈ 3 പോയിന്റ് ആണ് നമ്മളോട് ചോദിക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഇത് പഠിച്ചിരിക്കണം. ഇത് NCERT ഉള്ളതാണ്. ചിലപ്പം ചില എൻസൈമുകളൊക്കെ ചോദിച്ചാലും ആയി, അല്ലെ, എത്ര എനർജി ഉണ്ടാകുന്നു എന്നൊക്കെ ചോദിക്കാം.
അപ്പൊ അതൊക്കെ പറയണമെങ്കിൽ, അത് തലയിലോട്ട് കയറണമെങ്കിൽ നമ്മൾ ഇതൊന്ന് കണ്ടിരുന്നാൽ മതി. ഇത് കാണാപ്പാഠം പഠിക്കണ്ട, മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത് വളരെ എളുപ്പമാണ്, +2 മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇതാ നമ്മൾ എടുത്ത ഗ്ലൂക്കോസ് കോശത്തിനകത്ത് സൈറ്റോപ്ലാസത്തിൽ വന്നു. ആ ഗ്ലൂക്കോസിനകത്തേക്ക് ആരാണ്, ഇതാ ATPയുടെ ഒരു ഉപഭോഗം അല്ലെങ്കിൽ ഒരു ഉപയോഗമാണ് ഇവിടെ. ഇതാ ATP നമ്മൾ ഈ ഗ്ലൂക്കോസിന് കൊടുക്കുന്നു, എനർജി ആണ് കൊടുക്കുന്നത്, കണ്ടോ? അപ്പൊ ഗ്ലൂക്കോസിന് ATP എന്ന് പറയുന്നത് എന്താണ്? അഡിനോസിൻ 3 ഫോസ്ഫേറ്റ് ആണ്. അഡിനോസിനകത്ത് 3 ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പൊ അഡിനോസിനിലെ 3 ഫോസ്ഫേറ്റിൽ ഒരെണ്ണം ആർക്ക് കൊടുത്തു? ഗ്ലൂക്കോസിന് കൊടുത്തു. സ്ട്രക്ചർ കണ്ടാലും എളുപ്പമാണ്, ഒന്നുമില്ല. ഇതാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിലേക്ക് ATPയിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റിനെ കൊടുത്തു. അതായി കാണുന്നത്. ആ ATPയിലെ ഒരു ഫോസ്ഫേറ്റിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങള് സ്ക്രീനാണോ കാണുന്നത്, എന്റെ വീഡിയോ ആണോ കാണുന്നത്? വീഡിയോ എടുത്തു വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇൻഡിവിജ്വലി കാണുമ്പോൾ നമ്മൾ റെക്കോർഡിംഗ് സ്മൂത്ത് ആവാനാണ് സ്ക്രീൻ പ്രസന്റ് ചെയ്തേക്കുന്നത്. കാരണം എന്റെ വീഡിയോയില് നിങ്ങൾക്ക് PPT കൃത്യമായിട്ട് കാണാം, അതിൽ ലാഗ് ഇല്ല. അപ്പം അത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. മറ്റതിലൊരു ചെറിയ ലാഗ് ഉണ്ട്, എനിക്കിവിടെ കാണാം. ഓക്കെ, അപ്പൊ എന്താ, ഗ്ലൂക്കോസിലേക്ക് ഒരു ഫോസ്ഫേറ്റ് വന്നു. അപ്പൊ ഗ്ലൂക്കോസിലേക്ക് ഒരു ഫോസ്ഫേറ്റ് വന്നപ്പോ ഗ്ലൂക്കോസിന്റെ 6ാമത്തെ ലൊക്കേഷനിലേക്കാണ് ഫോസ്ഫേറ്റ് വന്നത്. അപ്പൊ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അത്രേ ഉള്ളൂ. കാണാണ്ട് പഠിക്കണ്ടേ, മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. കാണാതെ പഠിക്കണ്ട. സൈക്കിൾ ഒന്നും ചോദിക്കൂല, പക്ഷെ നമുക്ക് മനസ്സിലാക്കിയിരുന്നാലേ ഈ ചാപ്റ്റർ മൊത്തത്തിൽ മനസ്സിലാവുള്ളൂ, ആൻസർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ ഗ്ലൂക്കോസിലേക്ക് 6ാമത്തെ കാർബണിൽ ഒരു ഫോസ്ഫേറ്റ് വന്നപ്പോ അതിന്റെ പേരെന്തായി? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ എപ്പോഴും ഇങ്ങനെ ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്ന എൻസൈമിന്റെ പേരാണ് ഹെക്സോകൈനേസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന എൻസൈമിന്റെ പേരെന്താണെന്ന് ചോദിക്കാം. അതാണ് കൈനേസ് എൻസൈം. ഹെക്സോകൈനേസ് എന്ന് പറയാൻ കാരണം ഇവിടെ ഗ്ലൂക്കോസിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്ലൂക്കോസിന് 6 കാർബൺ ഉണ്ട്, ഹെക്സോ എന്ന് പറഞ്ഞാൽ 6. സോ ഹെക്സോകൈനേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസിലേക്ക് കൈനേസ് ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന എൻസൈം ആണ് കൈനേസ്. കൈനേസ് എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും ഫോസ്ഫേറ്റിനെ കൊടുക്കുന്ന എൻസൈമിന്റെ പേരാണ് കൈനേസ്. കഴിഞ്ഞു. അപ്പൊ ഇതാ ഗ്ലൂക്കോസിനെ പോലെ തന്നെയുള്ള ഗ്ലൂക്കോസിന്റെ അനിയനാണ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസിന്റെ ഐസോമർ ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരേ മോളിക്കുലാർ ഫോർമുലയിൽ ഡിഫറെന്റ് സ്ട്രക്ചറുകളാണുള്ളത്. ഗ്ലൂക്കോസിന്റെ അനിയനാണ് നമ്മുടെ ലാംഗ്വേജ് പറഞ്ഞാൽ. അപ്പൊ ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആക്കി മാറ്റും, ഐസോമർ ആണ്. അപ്പൊ ഗ്ലൂക്കോസിനെ അതിന്റെ ഐസോമർ ആക്കി മാറ്റുന്ന എൻസൈമിന്റെ പേര് ഐസോമറൈസ്. പഠിക്കണമെന്നില്ല, മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് അതേപോലെ തന്നെ ഇവിടെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പില് ഒരു ATP കൂടെ കൊടുക്കും അല്ലെ? ATPക്ക് അകത്തുനിന്ന് ഒരു ഫോസ്ഫേറ്റിനെയും കൂടെ കൊടുക്കും. അപ്പോ 1ാമത്തെ സ്ഥലത്തും 2ാമത്തെ കാർബൺ 6ാമത്തെ കാർബണിലും 2 സ്ഥലത്ത് ഫോസ്ഫേറ്റ് എത്തി. കണ്ടോ? ഫ്രക്ടോസ് 1 6 ബിസ് ഫോസ്ഫേറ്റ്. 1ാമത്തെ കാർബണിലും 6ാമത്തെ കാർബണിലും ഫോസ്ഫേറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കെമിസ്ട്രി കാണുമ്പോ പേടിക്കണ്ട, വളരെ സിമ്പിൾ ആണ്. ദെൻ അടുത്തത്, അപ്പൊ ഇതിന് മൊത്തത്തിൽ 6 കാർബൺസ് ഉണ്ട്. ഗ്ലൂക്കോസിന് 6 കാർബൺ അല്ലെ? ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആയിട്ട് മാറുമ്പോഴും 6 കാർബൺ ഉണ്ട്. നമ്മൾ പറഞ്ഞു നമ്മൾ ഇതിനെ പൈരുവിക് ആസിഡ് ആക്കി മാറ്റാൻ പോവാണ്. സോ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. 6നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും, ശരിയല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഫ്രക്ടോസ് അങ്ങ് മുറിയും. കണ്ടോ? ഫ്രക്ടോസ് മുറിഞ്ഞിട്ട് ആരൊക്കെ ആയിട്ട് മാറും? 3 കാർബൺ ഉള്ള 2 പേരായിട്ട് മാറും. കാർബൺ നമ്പർ 1 2 3 3 കാർബൺ ഉള്ള ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് DHAP ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ അവിടെ കണ്ടില്ലേ, നമ്മള് എന്താണ് C3 സൈക്കിളിൽ പറഞ്ഞു ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞില്ലേ? ആ സെയിം ആള് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. അപ്പൊ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? ഗ്ലിസറാൾഡിഹൈഡ് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഇപ്പൊ പറഞ്ഞതിന്റെ നേരെ ബാക്ക് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. വേണ്ട കേട്ടോ, അത് എന്താണെന്ന് പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോ ഗ്ലൂക്കോസ് ആയിരുന്നു. ഗ്ലൂക്കോസ് 3 കാർബൺ DHAP ആയിട്ട് മാറി. ബാക്കിയുള്ള 3 കാർബണെ നമ്മൾ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ന് വിളിച്ചു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറി? അതിന്റെ ഒരു റിഡക്ഷൻ നടന്നിട്ട് വേറൊരു മോളിക്യൂൾ ആയിട്ട് മാറി. 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറി.
1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് വെച്ചാൽ ഒരു ഫോസ്ഫേറ്റും കൂടെ വന്ന് അപ്പൊ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറി. അടുത്തത് നോക്കിക്കേ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഒരു ATP ഇങ്ങോട്ട് കിട്ടും. ഇതുവരെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക ചെയ്തേ അല്ലെ. നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു എനർജി ATP. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ATP കിട്ടി. ഒരു ATP കിട്ടി. രണ്ടെന്ന് എഴുതിയേക്കണ ഇപ്പൊ നോക്കണ്ട, നമുക്കിപ്പൊ ഇവിടെ ഒരു ATP കിട്ടി. ഓക്കെ, അടുത്തത് 3 ഫോസ്ഫോഗ്ലിസറേറ്റിനെ 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ആ മൂന്നാമത്തെ കാർബണിലെ ഫോസ്ഫേറ്റിനെ 2ലേക്ക് മാറ്റി, ചുമ്മാ ഒന്ന് മാറ്റി കളിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 ഫോസ്ഫോഗ്ലിസറേറ്റ് കിട്ടി. കേട്ടിരുന്ന മാത്രം മതി, മനസ്സിലായില്ല എന്ന് വിചാരിക്കണ്ട. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കേ, ഈ 2 ഫോസ്ഫോഗ്ലിസറേറ്റ് PEP ആയിട്ട് മാറും, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആയിട്ട് മാറും. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് എന്ന പേര്? ശില്പ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഏത് സൈക്കിളാണ്? ഇൻ C4 സൈക്കിൾ. C4 സൈക്കിൾ കാർബൺ ഡയോക്സൈഡ് ഈസ് ഫിക്സ്ഡ് ബൈ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് അല്ലെ. എൻസൈം ഈസ് പെപ്റ്റേസ് എൻസൈം. പെപ്റ്റേസ് എൻസൈം ആ സെയിം ആളാണ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആയിട്ട് മാറി. ആൻഡ് ദിസ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് അടുത്ത സ്റ്റെപ്പിൽ ആരായിട്ട് മാറും? പൈറുവേറ്റ് ആയിട്ട് മാറും. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഒരു മോളിക്യൂൾ ATP കിട്ടും. അവിടെ 2 എഴുതിയേക്കണം, ഇപ്പൊ നിങ്ങൾ നോക്കണ്ട. അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര ATP മൊത്തത്തിൽ കിട്ടി? എത്ര ATP മൊത്തത്തിൽ കിട്ടി? ഇത്രയുള്ള ഗ്ലൈക്കോളൈസിസ് തീർന്നു. റിയാക്ഷൻ പഠിക്കേണ്ട, നിങ്ങൾ കേട്ടിരുന്നു, അത് മതി. അപ്പൊ ഇനി ഞാൻ ചോദിക്കണമെന്ന് ഉത്തരങ്ങളാ വേണ്ടത്. എത്ര ATP മൊത്തത്തിൽ നമുക്ക് കിട്ടി? അത്രേ ഉള്ളൂ. ഒരു സ്റ്റെപ്പ് ഇത് അല്ലെ, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആയി മാറിയപ്പോ ഒരു ATP കിട്ടി. ഈ 2 ഞാൻ ഇപ്പൊ പറയാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. ഒരു ATP അവിടെ കിട്ടി. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ, തൊട്ട് മുമ്പിലത്തെ സൈക്കിളില് ഇവിടെ ഒരു ATP കിട്ടി അല്ലെ. ഇത് കണ്ടോ, 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറിയപ്പോ ഒരു ATP കിട്ടി. എത്ര ATP മൊത്തം കിട്ടി? 2 ATP. ഇത് ക്ലിയർ ആണോ? ATPയുടെ കണക്ക് മാത്രം ക്ലിയർ ആണോ? എത്ര ATP കിട്ടി എന്നുള്ള കണക്ക് ക്ലിയർ ആണോ? നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഒന്നും പഠിക്കേണ്ട, അതൊന്നും അങ്ങനെ ചോദിക്കില്ല. പക്ഷെ നമുക്ക് ഇത് നോക്കി വായിക്കുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലായിരിക്കണം, അത്രേ ഉള്ളൂ. നമ്മുടെ എക്സാമിനൊന്നും ഇന്റർമീഡിയറ്റ് ഒന്നും ചോദിക്കാറില്ല. എനർജി കാൽക്കുലേഷൻ ഒക്കെ മാത്രമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ആരാണ് പ്രപ്പോസ് ചെയ്തിട്ട് എവിടെയാണ് നടക്കുന്നത് അതൊക്കെ ചോദിക്കാറുള്ളൂ. ഞാൻ ഇച്ചിരി സ്ലോയിൽ പറയുന്നത് മൊത്തത്തിൽ പുകയാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും മനസ്സിലായോ? ATP എവിടെയൊക്കെ ഉണ്ടാകുന്നു, എവിടെയൊക്കെയല്ല എത്ര ATP ഉണ്ടാകുന്നു എന്ന് മനസ്സിലായോ? ഇതുവരെ നമ്മൾ 2 പറഞ്ഞിട്ടുള്ളൂ. 2 ATP ഉണ്ടായി. മനസ്സിലായിട്ടുണ്ട് സർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ 2 എഴുതിയേക്കണേ. അപ്പൊ അതെങ്ങനെ ശരിയാവണേ? അതിനുള്ള കാരണം കൂടി ഉണ്ട്. നമ്മൾ ഫ്രക്ടോസിനെ 2 ആയിട്ട് മുറിച്ചു. 6 കാർബണുള്ള ഫ്രക്ടോസിനെ ഈ സ്റ്റെപ്പിൽ 2 ആയിട്ട് മുറിച്ചു അല്ലെ. 1 ഈസ് dihydroxy acetone phosphate and another one is glyceraldehyde 3-phosphate അല്ലെ. ഇതിന് 3 കാർബൺ ആൻഡ് ഇതിനും 3 കാർബൺ. നമ്മൾ ഈ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate-നെയാണ് പൈരൂവിക് ആസിഡ് ആക്കി ഇപ്പൊ മാറ്റിയത്. ആ പാത്വേയിലാണ് നമുക്ക് 2 ATP കിട്ടിയത്. ഓക്കെ, അടുത്തത് ഈ ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റും എന്ത് സംഭവിക്കും? ദിസ് വിൽ ഓൾസോ കൺവേർട്ടഡ് ഇൻടു ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate. ഇതും എന്തായിട്ട് മാറും? ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതും ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ആയിട്ട് മാറും. അപ്പൊ അവിടെയും എന്ത് കിട്ടും? അവിടെയും നമുക്ക് അതും പൈരൂവിക് ആസിഡ് ആയിട്ട് മാറും. അവിടെ നമുക്ക് എന്ത് കിട്ടും? 2 ATP കിട്ടും. അപ്പൊ മൊത്തം ഇപ്പൊ എത്ര ATP ആയി? 4 ATP ആയി. 4 ATP ആയി. എത്ര പൈരൂവിക് ആസിഡ് ആയി? 2 പൈരൂവിക് ആസിഡ്. അത്രേ ഉള്ളൂ. അപ്പൊ 2 ഇപ്പൊ പറഞ്ഞ സ്റ്റെപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗ്ലൈക്കോളൈസിസ് കഴിഞ്ഞപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തൊക്കെയുണ്ട്? 2 പൈരൂവിക് ആസിഡും 4 ATP ഉണ്ട്. നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചേക്കുന്നതായിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ പറയാം എന്തുകൊണ്ടാണ് കണക്കിൽ വ്യത്യാസം വന്നതെന്ന്. വേറെ ഒന്നും ഇപ്പൊ ചിന്തിക്കേണ്ട. ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് നമ്പർ മാറിയത്, നിങ്ങൾ കേൾക്കാത്ത നമ്പർ പറഞ്ഞതെന്ന് പറയാം. അപ്പൊ ഇപ്പൊ നമുക്ക് 4 ATP കിട്ടി. എത്ര ATP നമ്മൾ ഉപയോഗിച്ചു? അല്ലെ. ഗ്ലൈക്കോളൈസിൽ നമ്മള് പറഞ്ഞോ 2 ATP അല്ലേ? 2 ATP നമ്മൾ ഉപയോഗിച്ചു. അത് എവിടെയൊക്കെയാ? ആദ്യത്തെ സ്റ്റെപ്പില് ഗ്ലൂക്കോസിന് ഒരു ഫോസ്ഫേറ്റിനെ കൊടുത്തപ്പോ
കണ്ടോ? ഈ സ്റ്റെപ്പില് ഒന്നാമത്തതിനെ ഉപയോഗിച്ചു. ആൻഡ് സെക്കൻഡ് വൺ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആക്കിയ ഈ മൂന്നാമത്തെ സ്റ്റെപ്പില് കണ്ടോ? ആകെ 10 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പിലും മൂന്നാമത്തെ സ്റ്റെപ്പിലും നമ്മൾ ATP അങ്ങോട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ 2 ATP ഉപയോഗിച്ചു. നമുക്ക് ഈ ഫുൾ റിയാക്ഷൻ കഴിഞ്ഞപ്പോ 4 ATP കിട്ടി. അപ്പൊ നമ്മൾ ഉപയോഗിച്ചതിനെ മൈനസ് ചെയ്യണം അല്ലെ? നമ്മൾ 2 എണ്ണം ഉപയോഗിച്ചു. 4 - 2. അപ്പൊ എത്ര ATP നമുക്ക് കിട്ടും? ആഫ്റ്റർ ഗ്ലൈക്കോളൈസിസ് എത്ര ATP കിട്ടും? 2 ATP. NCERT-ൽ നിങ്ങൾക്ക് അത് 8 or 6 ഒക്കെയാണ് കാണുന്നത്. അതിലേക്ക് ഇതിപ്പോ നോക്കിയേ വേണ്ട. ആ കണക്ക് മാറി, ടെക്സ്റ്റ് മാറാത്തോണ്ടിട്ടാണ് അവിടെ 8ഉം 6ഉം ഒക്കെ കിടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ എപ്പോഴും എഴുതേണ്ടത് എന്താണ്? ഗ്ലൈക്കോളൈസിസിൽ എത്ര ATP കിട്ടും എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, 2 ATP നമുക്ക് കിട്ടും, 2 പൈറുവേറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് ഓർ ഫസ്റ്റ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ കഴിഞ്ഞു. ദാറ്റ് ഈസ് ഗ്ലൈക്കോളൈസിസ്. ഗ്ലൈക്കോളൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസിനെ ഒരു ഗ്ലൂക്കോസിനെ ജെറാം എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഓക്കെ. സോ ഒരു ഗ്ലൂക്കോസ് 2 പൈരൂവിക് ആസിഡ് ആയിട്ട് മാറുന്ന ഈ റിയാക്ഷനെയാണ് നമ്മൾ ഗ്ലൈക്കോളൈസിസ് എന്ന് വിളിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്. ആൻഡ് സെക്കൻഡ് വൺ, ഗ്ലൈക്കോളൈസിസ് നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസം. സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലാണ് ഈ പറയുന്ന ഗ്ലൈക്കോളൈസിസ് നടക്കുന്നത്. ആൻഡ് മൂന്നാമത്തെ പോയിന്റ്, എംഡൻ, മെയർഹോഫ്, പർനാസ്, ഈ 3 പേരാണ് ഈ പാത്വേ പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പാത്വേ നമ്മൾ എന്ത് വിളിക്കും? EMP പാത്വേ എന്ന് വിളിക്കും. മൂന്നാമത്തെ പോയിന്റ്. ആൻഡ് പിന്നെ എത്ര ATP ഉണ്ടാവും? 2 ATP ആണ് നമുക്ക് ഇവിടെ ഈൽഡ് കിട്ടുന്നത്, എനർജി കിട്ടുന്നത്. നമ്മൾ ഗ്ലൂക്കോസ് നിന്ന് കഴിച്ചാൽ നമുക്ക് 2 ATP ഇത് ഗ്ലൈക്കോളൈസിസിൽ കയറി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കിട്ടും. ഈ 4 പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സൈക്കിള് നിങ്ങൾ പറ്റാവുന്നവര് പഠിച്ചോളൂ അല്ലെ. കൂടുതൽ അറിവുണ്ടായെന്ന് വിചാരിച്ച് അല്ലെ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ എക്സാമുകൾക്കൊന്നും ഇതിനിടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് ഏതാണെന്നോ എൻസൈം ഏതാണെന്നോ ഒന്നും ചോദിക്കാറില്ല. കോമൺ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന എൻസൈം ഏതാണ് എന്ന് ചോദിച്ചാൽ കൈനേസ് എൻസൈം ആണ്. അത് ഇവിടെ നിന്നല്ല, എൻസൈം എന്ന വേറൊരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇതിപ്പോ വന്നപ്പോ ഞാൻ അതും കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 4 പോയിന്റ് എന്തായാലും സംശയമില്ലല്ലോ. ആദ്യം പറഞ്ഞ 4 പോയിന്റ് അത് മാത്രം മതി. പക്ഷെ ഈ 2 ATP എവിടുന്ന് വന്നു? വായുവിൽ നിന്ന് വന്നതല്ല എന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഈ പാത്വേ പറയണം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് വലിയ സംഭവമൊന്നുമില്ല. ഇത് +2 ലെവൽ തന്നെയാണ്. NCERT-ൽ പറഞ്ഞേക്കുന്നതാണ് ഗ്ലൈക്കോളൈസിസ്. പഠിച്ചിട്ടുള്ളായിരിക്കുമല്ലോ എന്തായാലും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, അന്നേരം കുറച്ചുകൂടെ പഠിക്കാം. എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചോദ്യം ചെയ്യുമ്പോൾ പഠിക്കാം. ഇപ്പൊ നമ്മൾ അതിന് മുതിരുന്നില്ല. ഓക്കെ ആണെങ്കിൽ അടുത്ത സെക്കൻഡ് ഫേസിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമ്മള് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ക്രബ്സ് സൈക്കിൾ അല്ലെ. ക്രബ്സ് സൈക്കിളിലും ഇതുപോലെ ഇതിനൊക്കെ പല പല പേരുകളുണ്ട്. എല്ലാ പേരും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇപ്പൊ നോട്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റെപ്പിൽ സംശയം വരുവാണെങ്കിൽ ഈ നോട്ട് വായിക്കാനാണ് നോട്ട് ഇവിടെ ഇട്ടേക്കണേ. ഞാൻ നോട്ട് പറയുന്നില്ല, കാരണം അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് ഇവിടെ ഇട്ടേക്കുന്നത്. എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്.